So normally if you consider any cell of an organism, ഏത് cell എടുത്താലും that cell will contain all the genes required for the development of an organism. ഒരു ഓർഗാനിസത്തിന് വേണ്ട മിക്കവാറും എല്ലാ ജീൻസും സെൽസിനകത്ത് കാണും. മിക്കവാറും പ്ലാന്റ്സിലാണ് അത് കൂടുതൽ കാണുന്നത്. ഒരു ഓർഗാനിസത്തിന് വേണ്ട എല്ലാ ജീൻസും അതിനകത്ത് കാണും. എവിടെയാണ് ഈ ജീൻസ് ഇരിക്കുന്നത്? ഈ ജീൻസ് ഇരിക്കുന്നത് നമ്മൾ പറയും ക്രോമസോംസ് എന്ന് പറയും. ചിലപ്പോൾ പറയും ക്രൊമാറ്റിൻ റെട്ടിക്കുലത്തിനകത്തുണ്ടെന്ന് പറയും. കുറച്ചുകൂടെ അതിൻ്റെ ചുരുക്കഴിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് പറയാൻ പറ്റും ഈ ജീൻസ് എല്ലാം ഇരിക്കുന്നത് ഡി എൻ എക്കകത്താണ്. എന്താണ് ഡി എൻ എക്കകത്ത്? ഡി എൻ എക്കകത്തുള്ള ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റിൻ്റെ വ്യതിയാനം കൊണ്ടാണ് ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യണമെന്ന് നമ്മൾ അവസാനം ഈ ക്ലാസ് എല്ലാം കഴിയുമ്പോൾ മോളിക്കുലാർ ബയോളജി പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ കൺസേൺ ഇവിടെയാണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്? Nucleic acids are having great significance because they are the characters, they are the molecules which carry genetic information from generation to generation. ഒന്ന് മാറി ജനറേഷൻസിലോട്ട് ജനറ്റിക് മെസ്സേജ് ക്യാരി ചെയ്യുന്നതിൽ ആകപ്പാടെ ഉള്ള ഒരു മോളിക്യൂൾ, മെയിനായിട്ട് ജനറ്റിക് മെസ്സേജ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലോട്ട് ക്യാരി ചെയ്ത് പോകുന്ന മോളിക്യൂൾസാണ് ന്യൂക്ലിക് ആസിഡ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ന്യൂക്ലിക് ആസിഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ഈസ് ആർ എൻ എ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡി എൻ എ. വാട്ട് ഈസ് ഡി എൻ എ? ഡി എൻ എ ഈസ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് ആർ എൻ എ ഈസ് റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡി എൻ എ ഹാസ് എ 5 carbon sugar വിത്ത് 1 ഓക്സിജൻ ഡെഫിഷ്യൻസി. ഒരു ഓക്സിജൻ്റെ കുറവുള്ള പെൻറ്റോസ് ഷുഗറാണുള്ളത്. അതുകൊണ്ട് തന്നെ പറയുന്നതാണ് ഡിയോക്സി റൈബോസ് ഷുഗർ. ആർ എൻ എക്കകത്താണെങ്കിൽ 5 carbon ഉള്ള ഷുഗർ എഫക്റ്റ് ഉണ്ട്, അതിൻ്റെ ഡെഫിഷ്യൻസി ഒന്നുമില്ല, അതിന് പറയുന്ന പേരാണ് റൈബോസ് ഷുഗർ. സോ ന്യൂക്ലിക് ആസിഡ്സ് fall into two criterion. One is DNA and second one is RNA. Now let's see what is the structure of nucleotide. These ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതെല്ലാം നമ്മൾ റെക്കോർഡഡ് വീഡിയോയ്ക്കകത്തുണ്ട്, പക്ഷെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എന്നാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിമേഴ്സ്. ഡി എൻ എ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് പോളിമറുകളാണ്. വാട്ട് ഈസ് എ പോളിമർ? പോളിമർ ഈസ് എ ലാർജ് മോളിക്യൂൾ വിച്ച് ഈസ് ഫോംഡ് ഓഫ് smaller units, and the smaller units are referred as monomers. Monomers unite together to form polymer. അങ്ങനെയാണെങ്കിൽ the monomer of nucleotide is called, the monomer of nucleic acid is called nucleotide. Monomer of nucleic acid is called nucleotide. Chemically, a nucleotide is a molecule formed of 3 components. ഒരു ന്യൂക്ലിയോടൈഡ് 3 കമ്പോണൻറ്റ് ചേർന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. യു ക്യാൻ സീ ദ പ്രസൻറ്റേഷൻ ഓൺ യുവർ സ്ക്രീൻ. നിങ്ങളുടെ സ്ക്രീനിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അത് നോക്കൂ. യു ക്യാൻ സീ ദർ ഇസ് എ ഷുഗർ. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഷുഗർ മോളിക്യൂളാണ്. ഒരു 5 carbon ഷുഗറാണ് ഈ കാണിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് പെൻറ്റോസ് ഷുഗർ. ഒരു 5 carbon ഷുഗർ. അതിൽ നിന്ന് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് വന്ന് ഒരു പ്യൂറിൻ അല്ലെങ്കിൽ ഒരു പിരമിഡിൻ വരും. ഒരു ഷുഗർ മോളിക്യൂൾസിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ, ഷുഗർ മോളിക്യൂളിൻ്റെ ഫസ്റ്റ് കാർബണിൽ നിന്ന് ഒരു പ്യൂറിൻ അല്ലെങ്കിൽ ഒരു പിരിമിഡിൻ അറ്റാച്ച് ചെയ്യും. 5th കാർബണിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യും, ഒരു ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത്രയും ചേർന്ന് വരുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്, ഇത്രയും കൂടെ ഒന്നിച്ച് ചേരുന്ന ഒരു യൂണിറ്റാണ് ന്യൂക്ലിക് ആസിഡിൻ്റെ മോണോമർ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോടൈഡ്. So the components of nucleotides are mainly 3: a sugar, a phosphate, and a nitrogen base. Now what are nitrogen bases? Nitrogen bases can be referred as derivatives of purine and pyrimidine compounds. These are heterocyclic rings. These are heterocyclic ring compounds. One type is made up of single ring compound. One is single ring compound, and the second one is double ring compound. The single ring compound is called pyrimidine, and the double ring compound is called purine. Single ring നെ പറയുന്ന പേരാണ് pyrimidine. Double ring compound ആയിട്ടുള്ള nitrogen base നെ പറയുന്ന പേരാണ് purine.
ഈ പിരമിഡിൽ നിന്ന് ഉണ്ടായി വന്ന ന്യൂക്ലിയോറ്റൈഡുകൾക്ക്, പിരമിഡിൽ നിന്ന് ഉണ്ടായി വന്ന നൈട്രജൻ ബേസുകൾക്ക് പറയുന്ന പേരാണ്, പിരമിഡിൻ മോളിക്യൂളിൽ നിന്ന് ഉണ്ടായി വന്ന നൈട്രജൻ ബേസുകൾക്ക് പറയുന്ന പേരാണ് പിരമിഡിൻസ് എന്നും, ഡബിൾ റിംഗ് ആയിട്ടുള്ള പ്യൂറിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് പറയുന്ന പേരാണ് പ്യൂറിൻസ്. അപ്പം pyrimidins are single ring compounds, purines are double ring compounds. Now the distinction is, in a pentose sugar, on the first position either purine or pyrimidine will be attached, and on the fifth position a phosphate will be attached. When you see the major nitrogen bases of nucleic acid, there are mainly 5 types of nitrogen bases. They are adenine, guanine, cytosine, thymine and uracil. 5 types of nitrogen bases are present in nucleic acids. In DNA, adenine, thymine, guanine and cytosine are the nucleotides. In DNA molecule you can see adenine, thymine, guanine and cytosine. But in RNA, thymine will be replaced by uracil. So adenine, uracil, guanine and cytosine will be the nitrogen bases. So may I repeat once again, nitrogen bases are present in nucleic acids. These nitrogen bases are of 5 types. They are double ring compounds and single ring compounds. Double ring compounds are called purines and the single ring compounds are called pyrimidines. The major purines are adenine, guanine, and the major pyrimidines are cytosine, thymine and uracil. Adenine, thymine, guanine and cytosine are the nucleotides present in DNA, and adenine, uracil, guanine and cytosine are the nucleotides present in RNA. So as we know, a sugar, phosphate and nitrogen bases are togetherly called a sugar, phosphate and a nitrogen base as a group will be called as nucleotide. But a sugar and a nitrogen base mixture, അല്ലെങ്കിൽ ഒരു ഷുഗറും നൈട്രജൻ ബേസും കൂടെ മാത്രം ചേർന്ന് വരുന്ന ഒരു മോളിക്യൂളിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. എ ഷുഗർ ആൻഡ് nitrogen base alone will be forming a compound called nucleoside. So nucleosides are complex molecules formed by the fusion of sugar and nitrogen base. Now normally we name this nucleotide and nucleoside based on a suffix. ഈ ഏതാണോ മോളിക്യൂൾ, ഏതാണോ നൈട്രജൻ ബേസ്, അതിൻ്റെ കൂടെ ഒരു സഫിക്സ് കൂടെ ചേർത്തിട്ടാണ് പേരിടുന്നത്. ഇപ്പം ന്യൂക്ലിയോസൈഡുകൾക്ക് ന്യൂക്ലിയോസൈഡ് എന്ന് വെച്ചാൽ ഷുഗറും ഫോസ്ഫേറ്റും. അഡിനിൻ ചേർന്ന് വരുന്ന ന്യൂക്ലിയോസൈഡിന് പറയുന്ന പേരാണ് അഡിനോസിൻ, ന്യൂക്ലിയോസൈഡിന്. ഇനി ഗ്വാനിൻ ചേർന്ന് വരുന്നതിന് ഗ്വാനോസിൻ, സൈറ്റിഡിൻ അല്ലെങ്കിൽ സൈറ്റോസിൻ ചേർന്ന് വരുന്നതിന് സൈറ്റിഡിൻ, തൈമിൻ ചേർന്ന് വരുന്നതിന് തൈമിഡിൻ, യുറാസിൽ ചേർന്ന് വരുന്നതിന് യൂറിഡിൻ. അപ്പോൾ ഇങ്ങനെ അത് ഡിയോക്സി ആണെങ്കിൽ ഡിയോക്സി അഡിനോസിൻ, ഡിയോക്സി ഗോനോസിൻ, ഡിയോക്സി സൈറ്റിഡിൻ അങ്ങനെ വരും. എന്ന് വെച്ചാൽ ഒരു ഷുഗറും ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ഒരു ഷുഗറും നൈട്രജൻ ബേസും കൂടെ ചേരുന്നതാണ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡിനെ പേരിടുന്നത് ബേസ്ഡ് ഓൺ ദി nitrogen base, based on the name of the nitrogen base present in them. But at the same time, when we discuss about nucleotide, ന്യൂക്ലിയോടൈഡിനെ പറ്റി പറയുമ്പോൾ ഈ ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് കൂടെ ചേരുന്നതാണ് ന്യൂക്ലിയോടൈഡ്. So nucleotides are formed by the fusion of a phosphate molecule to ഒരു ഫോസ്ഫേറ്റ് കൂടെ ന്യൂക്ലിയോസൈഡുമായിട്ട് ചേർന്നുണ്ടാകുന്ന മോളിക്യൂളാണ് ന്യൂക്ലിയോടൈഡ്. ആൻഡ് ദേ ഇൻക്ലൂഡ് അഡിനിൻ ചേർന്ന് വരുന്ന ന്യൂക്ലിയോടൈഡിനെ പറയുന്ന പേരാണ് അഡിനിലേറ്റ്, ഗ്വാനിൻ വരുന്നതിന് ഗ്വാനിലേറ്റ്. ഇനി ഡിയോക്സി ഷുഗർ ആണെങ്കിൽ ഡിയോക്സി അഡിനിലേറ്റ്, അങ്ങനെ പല പേരുകൾ വരും. സോ ദീസ് ആർ ദ നെയിംസ്. ദ ടേബിൾ ഓൺ ദ സ്ക്രീൻ ഷോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്സ് പ്രസന്റ്. Now let us see the structure of nucleotides. ഓരോ ന്യൂക്ലിയോടൈഡിൻ്റെയും സ്ട്രക്ചർ നമുക്ക് നോക്കാം. As I told you, in nucleotide 3 components are there. That is, one a 5 carbon sugar,
രണ്ട് നൈട്രജൻ ബേസ്, 3 ഫോസ്ഫേറ്റ്. ഇത് മൂന്നും കൂടെ ചേരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ this is a typical 5 carbon sugar. See, a 5 carbon sugar is called furan ring. Furan ring. It's also called pyranose ring എന്നും പറയാറുണ്ട്. See, this is having 5 carbon, 1, 2, 3, 4 and 5. Fifth carbon is here. See, 1, 2, 3, 4 and 5. And this kind of a 5 carbon ring is called pentose sugar. And in this pentose sugar, this is the second carbon atom, and if the second carbon atom doesn't have an OH, second carbon nathu oru oxygen illengil adine parayunna perana deoxy pentose. Idine oxygen illengil adine parayum deoxy ribose. 5 carbon nu pentose aanu, adu ribose enna parayunnathu. If ee oxygen illengil adine deoxy ribose ennu parayum, enna oxygen illengil adine ribose ennum parayum. So that is the difference between the sugar molecule DNA and RNA. DNA ക്കകത്താണെങ്കിൽ ഇവിടെ ഓക്സിജൻ കാണില്ല, ഡിയോക്സി റൈബോസ് ആവും. RNA-ക്കകത്താണെങ്കിൽ ഓക്സിജൻ കാണും, അങ്ങനെ അത് റൈബോസ് ഷുഗറായിട്ട് മാറും. ഈ ഒരു എന്താണ് കാർബൺ കോമ്പൗണ്ടിൽ ഫിഫ്ത്ത് പൊസിഷനിൽ, ഇതാണ് ഈ ഫിഫ്ത്ത് പൊസിഷനിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യും. ഈ ഫസ്റ്റ് പൊസിഷനിൽ ഫസ്റ്റ് കാർബണിൽ എന്തൊക്കെ ചെയ്യും? നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യും. Now let's see what are the deoxyribonucleotides of DNA. ഇതാണ് 4 ന്യൂക്ലിയോടൈഡുകൾ. What is phosphate? The phosphoric acid in biological systems are called phosphate. Biological സിസ്റ്റത്തിനകത്ത് ഫോസ്ഫോറിക് ആസിഡ് ലിവിങ് സിസ്റ്റത്തിനകത്ത് എവിടെയൊക്കെ കണ്ടാലും അതിന് നമ്മൾ ഫോസ്ഫേറ്റ് എന്ന് പറയും. അതായത് H3PO4 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഷുഗർ വേണം. ഷുഗർ ഡിയോക്സി റൈബോസ് ആവാം, അല്ലെങ്കിൽ വെറും റൈബോസ് ആവാം. പിന്നെ വേണ്ടത് നൈട്രജൻ ബേസ് വേണം, പിന്നെ ഫോസ്ഫേറ്റ് വേണം. ഇത്രയും സാധനങ്ങൾ വേണം. Now, if you see the deoxyribonucleotides of DNA, they are mainly 4 in number, formed of adenine, formed of guanine, formed of thymine, and formed of cytidine. So, this is adenine nucleotide. It's called deoxyadenosine. So, this is the sugar molecule. See the cursor position. This is the sugar molecule. It doesn't have an oxygen on the second position. Second carbon le oxygen illa. അതിൻ്റെ ഫസ്റ്റ് കാർബണിൽ ഒരു അഡിനിൻ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാർബൺ മോളിക്യൂളായിട്ട് ഒരു അഡിനിൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഫിഫ്ത്ത് കാർബണിൽ ഒരു ഫോസ്ഫേറ്റ്. ഇതാണ് ന്യൂക്ലിയോടൈഡ്. ഇതുപോലെ തന്നെയാണ് 4 ന്യൂക്ലിയോടൈഡുകളും. പക്ഷേ ഒറ്റ വ്യത്യാസം, the nitrogen bases will be different. It can be different types of purines or it can be different types of pyrimidines. And these nucleotides are having significance because these nucleotides can act as energy currency within the cell. സെല്ലിനകത്ത് നമ്മൾ പറയാറുണ്ട് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, GTP, GDP, AMP, ATP, ഇങ്ങനെയെല്ലാം നമ്മളിനി പഠിക്കും. ഫിസിയോളജിയിൽ ഓരോ തവണ എനർജി റിലേഷൻസ് പറയാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് ATP, GTP, CTP, എന്താണ് GTP, ADP, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. All these stands for different kinds of molecules. Why? The addition of phosphate, അതായത് ATP മോളിക്യൂളിൻ്റെ ഒരു പ്രത്യേകത, ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ATP എന്ന് വെച്ചാൽ 3 ഫോസ്ഫേറ്റ് ചേരുന്നതാണ് ഒരു ATP മോളിക്യൂൾ. അപ്പം ഓരോ തവണയും ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. എനർജി വേണ്ടപ്പം ATP ബ്രേക്ക് ചെയ്ത് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ മോളിക്കുലാർ കറൻസീസ് അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്യാൻ എനർജി കറൻസീസ് ആയിട്ട് സെല്ലിനകത്ത് നിൽക്കുന്ന മോളിക്യൂളുകളാണ് ഈ ന്യൂക്ലിയോടൈഡുകൾ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് റിച്ച് ഇൻ ഫോസ്ഫേറ്റ് ബോണ്ട്സ്. ഫോസ്ഫേറ്റ് ചേരുന്ന ഫോസ്ഫേറ്റ് ബോണ്ടുകൾ, ഫോസ്ഫേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ബോണ്ടുകളെല്ലാം എനർജി റിച്ച് ബോണ്ട്സ് ആണ്. അവിടെയെല്ലാം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സെല്ലിനകത്ത് എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെക്കാനിസമായിട്ട് ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സ് ഫങ്ഷൻ ചെയ്യാറുണ്ട്. Now coming to ribonucleotides. Ribonucleotides നോക്കിയാലോ ഒറ്റ വ്യത്യാസമേ കാണുള്ളൂ. എന്താണ് ആ ഒറ്റ വ്യത്യാസം? ഷുഗർ മോളിക്യൂൾ കണ്ടോ? ആദ്യം നമ്മൾ പറഞ്ഞ ഡിയോക്സി ഷുഗർ മോളിക്യൂൾ നോക്ക്, സെക്കൻഡ് കാർബണിൽ ഓക്സിജൻ ഇല്ല. ബട്ട് ഇൻ റൈബോന്യൂക്ലിയോടൈഡ്സ് വേറെ വ്യത്യാസമൊന്നുമില്ല. അഡിനിൻ കാണും, തൈമിൻ കാണില്ല, പകരം യുറാസിലിൻ കാണും. എന്താണ്? അഡിനിൻ കാണും, യുറാസിൽ കാണും, ഗ്വാനിൻ കാണും, സൈറ്റിൻ കാണും. എന്ന് വെച്ചാൽ തൈമിനുള്ളിടത്തെല്ലാം യുറാസിലായിരിക്കും റീപ്ലേസ് ചെയ്ത് RNAയിൽ വരുന്നത്. ഒരിടത്തും തൈമിൻ വരില്ല,
Thymine is absent in RNA molecule. Similarly, uracil is absent in DNA molecule. ഇനി റൈബോന്യൂക്ലിയോറ്റൈഡ്സിൽ പ്രധാനപ്പെട്ട വരുന്നത് അഡിനോസിൻ വരാം, ഗ്വാനോസിൻ വരാം, യൂറിഡിൻ വരാം, സൈറ്റിഡിൻ വരാം. അവിടെയും to the sugar molecule onto the first position there will be addition of nitrogen base, and the fifth position there will be binding of phosphate. Fifth position phosphate, first position nitrogen base ചേർന്ന് തന്നെയാണ് ഇവിടെയും ന്യൂക്ലിയോറ്റൈഡുകൾ ഫോം ചെയ്യുന്നത്. Now, this phosphate is having great significance. See why this phosphate is having so significance? Because നമുക്കറിയാം DNA or RNA both are polymers. These polymers are formed by the fusion of monomers. Monomers are nucleotides. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് ന്യൂക്ലിയോറ്റൈഡുകളെ ചെന്ന് ചേർക്കുന്നത് ഒരു ഫോസ്ഫേറ്റ് എന്ന് വെച്ചാൽ ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് OHുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് വരുന്ന രണ്ട് എസ്റ്റർ ബോണ്ടുകൾ വെച്ചിട്ടാണ് രണ്ട് ന്യൂക്ലിയോറ്റൈഡുകളെ തമ്മിൽ ചേർക്കുന്നത്. ഈ ഡയഗ്രാമിൽ നോക്കൂ. സീ ദിസ് ഫോർമുല. സീ sugar molecule, nitrogen base seen in green color. This is the phosphate. This is one. ഇത് ഒരു ന്യൂക്ലിയോറ്റൈഡ്, ഇത്രയും കാണിക്കുന്ന ഒരു ന്യൂക്ലിയോറ്റൈഡ്. ഇനി ഇവിടെ നോക്കൂ. ഷുഗർ, യെല്ലോ കളർ നൈട്രജൻ ബേസ്, നെക്സ്റ്റ് ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത് രണ്ട് ന്യൂക്ലിയോറ്റൈഡുകൾ. ഈ രണ്ട് ന്യൂക്ലിയോറ്റൈഡുകളെ ഒന്നിച്ച് ചേർക്കുന്നത് എങ്ങനെയാണ്? ഈ ന്യൂക്ലിയോറ്റൈഡിൻ്റെ ഫിഫ്ത്ത് പൊസിഷനിൽ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. ആ ഫോസ്ഫേറ്റ് ഇവിടുത്തെ OHുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കും. ഇവിടെ CH2OH ഉണ്ടായിരുന്നിടത്താണ് ഫോസ്ഫേറ്റുമായിട്ട് ചേർന്ന് CO ബോണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു OH ഉള്ളത് മാറിയിട്ടാണ് CO ബോണ്ട് ഉണ്ടായത്. അപ്പം CO ബോണ്ട് എന്താണ്? എസ്റ്റർ ബോണ്ടാണ്. ഇവിടെ എന്താണ്? അപ്പം ഒരു ഫോസ്ഫേറ്റ് രണ്ട് ഷുഗർ മോളിക്യൂളുമായിട്ട് രണ്ട് എസ്റ്റർ ഉണ്ടായിട്ടാണ് ചെയിൻ ഇലോങ്ങേഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ന്യൂക്ലിയോറ്റൈഡുകൾ ചേർന്ന് ഒരു ന്യൂക്ലിക് ആസിഡ് ചെയിൻ ഉണ്ടാവുന്നത്. ബൈ ദി ഫോർമേഷൻ ഓഫ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടുകൾ ചേർന്നിട്ടാണ് ഉണ്ടായിട്ടാണ് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയോറ്റൈഡ് ഒന്നിച്ച് ചേർന്ന് ന്യൂക്ലിക് ആസിഡായിട്ട് മാറുന്നത്. വലിയ ന്യൂക്ലിക് ആസിഡിൽ വലിയ DNA മോളിക്യൂളായിട്ട് മാറുന്നത് ന്യൂക്ലിയോറ്റൈഡുകളെ തമ്മിൽ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് കൊണ്ടാണ്. എന്താണ് ഈ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്? ഫോസ്ഫോഡയസ്റ്റർ മീൻസ് the fifth carbon atom of one sugar molecule of nucleotide. Fifth carbon atom of one sugar molecule of nucleotide and third carbon atom of next sugar molecule of nucleotide. അടുത്ത ന്യൂക്ലിയോറ്റൈഡിൻ്റെ തേർഡ് കാർബൺ ആറ്റവുമായിട്ട് ഒരു ഫോസ്ഫേറ്റ് കൊണ്ട് രണ്ട് എസ്റ്റർ ബോണ്ട് ഉണ്ടാക്കി തമ്മിൽ ബൈൻഡ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. മനസ്സിലായോ? So phosphodiester bond is so significant because they are forming the DNA chain. So this is one nucleotide, this is another nucleotide. They are connected together by this phosphodiester POC bond, two ester bonds and a phosphate group. This is called a phosphodiester bond. These molecules, DNA molecules ആയാലും RNA molecules ആയാലും polarity ഉണ്ട്. What is meant by polarity? What does it mean? See, if you take any DNA or RNA molecule, in one side, fifth OH will be free. Fifth position ഉള്ള OH free ആയിട്ട് നിൽക്കും. Fifth phosphate attach ചെയ്തിട്ട് ആ fifth പൊസിഷനിൽ ഒരു ന്യൂക്ലിയോറ്റൈഡ് ഇല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കും. അതുപോലെ തേർഡ് പൊസിഷനിൽ ഒരു OH ഫ്രീ ആയിട്ട് നിൽക്കും. ഏത് DNA മോളിക്യൂളായാലും ഒരെൻഡിൽ ഒരു OH ഫ്രീ ആയിട്ട് കാണും, ഒരെൻഡിൽ ഒരു ഫോസ്ഫേറ്റിൻ്റെ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഫ്രീ ആയിട്ട് കാണും. ഈ രണ്ട് സൈഡിലും ബോണ്ട് പുതുതായിട്ട് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു DNAയുടെ ഏത് എൻഡിലാണോ 5' എൻഡ് ഫ്രീ, 5' എൻഡ് ഫോസ്ഫേറ്റ് എൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അതിന് പറയുന്ന പേരാണ് 5' എൻഡ്. ഇനി ഏതെൻഡിലാണോ തേർഡ് OH ഫ്രീ അതിന് പറയുന്ന പേരാണ് 3' എൻഡ്. അപ്പം ഒരു മോളിക്യൂളിന് പൊളാരിറ്റി വരുന്നത് ഡിപ്പെൻഡ്സ് ഓൺ വെദർ ഇറ്റ്സ് തേർഡ് എൻഡ്, ഏത് സൈഡിലാണോ 3' എൻഡ് ഫ്രീ
അത് ഒരു പൊളാരിറ്റി ഒരു എൻഡ് 5 ഡാഷ് ഇൻറ്റു 3 ഡാഷ് ഇൻറ്റു ഫ്രീ ആയിട്ട് നിൽക്കുന്നത് രണ്ടാമത്തെ. അപ്പം ദർ ഈസ് polarity for DNA molecule that depends on whether 5 dash end is free because of the lack of one nucleotide. ഈ 5 dash എൻഡിൽ ഒരു ന്യൂക്ലിയോറ്റൈഡ് കൂടെ ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ 5 dash എൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്നു ഈ ഫോസ്ഫേറ്റിൻ്റെ. അതുപോലെ 3 dash എൻഡിലാണെങ്കിലോ 3 dash എൻഡിൽ ന്യൂക്ലിയോറ്റൈഡ് ഇല്ലാത്തതുകൊണ്ട് ഈ തേർഡ് ഓച്ചും ഫ്രീ. അതെന്താ അങ്ങനെ പറയുന്നത്? ബിക്കോസ് അടുത്തൊരു ന്യൂക്ലിയോറ്റൈഡ് ഇവിടെയാണ് വരുന്നതെങ്കിൽ ഈ 3 dash OH അതുമായിട്ട് ചേർന്ന് ബോണ്ട് ഫോം ചെയ്യും. അടുത്തൊരു ന്യൂക്ലിയോറ്റൈഡ് ഇവിടെയാണ് വരുന്നതെങ്കിൽ അത് 5 dash എൻഡുമായിട്ട് ചേർന്ന് ഇവിടെ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഏത് എൻഡുകളാണോ ഫ്രീ, വിച്ച് OH ഈസ് ഫ്രീ, ഏത് സൈഡിൽ ഏത് പൊസിഷനിൽ ഏത് മോളിക്യൂളാണോ ഫ്രീ അതനുസരിച്ചിട്ടാണ് 3' എൻഡും 5' എൻഡും എന്ന് പറയുന്നത്. ആ ഡയറക്ഷനാണ് പൊളാരിറ്റി ഓഫ് DNA നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് DNA. ഇനി നമ്മളൊരു DNA ഒരു ആൽക്കലി ഉപയോഗിച്ച് ഹൈഡ്രലൈസ് ചെയ്താൽ, ഒരു RNA മോളിക്യൂളിനെ അല്ലെങ്കിൽ ഒരു DNA മോളിക്യൂളിനെ ആൽക്കലി ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്താൽ അതിൽ നിന്ന് സൈക്ലിക് മോണോഫോസ്ഫേറ്റ് ന്യൂക്ലിയോറ്റൈഡ് വരും. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നുള്ളത് മാറി മോണോഫോസ്ഫേറ്റ് ന്യൂക്ലിയോറ്റൈഡ്സ് ആയിട്ട് മാറും. അത് നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് പൊളാരിറ്റി ഓഫ് DNA മോളിക്യൂൾ. നമ്മൾ ഡിസ്കസ് ചെയ്ത് DNAയുടെ പൊളാരിറ്റിയെ പറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോൾ നമ്മൾ DNA എഴുതിയാലും ദിസ് ഇസ് ദ റിപ്രസെൻറ്റേഷൻ ഓഫ് എ ന്യൂക്ലിയോറ്റൈഡ്സ്. ഇത് ന്യൂക്ലിയോറ്റൈഡുകളുടെ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഇതെന്താണ്? ഇതൊരു ഫോസ്ഫേറ്റ് ബോണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഫ്രീ ആയിട്ട് ഇവിടെ നിൽക്കുന്നു. ഇതൊരു ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ്. ഇവിടെ ന്യൂക്ലിയോറ്റൈഡ് അഡിനിൻ. അപ്പം ഇതെന്താണ്? അഡിനിൻ ന്യൂക്ലിയോറ്റൈഡ്, ഇത് സൈറ്റോസിൻ ന്യൂക്ലിയോറ്റൈഡ്, ഇത് ഗ്വാനിൻ ന്യൂക്ലിയോറ്റൈഡ്, ഇത് തൈമിൻ ന്യൂക്ലിയോറ്റൈഡ്, ഇത് അഡിനിൻ ന്യൂക്ലിയോറ്റൈഡ്. ഈ ന്യൂക്ലിയോറ്റൈഡുകളെല്ലാം എങ്ങനെയാണ്? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് കൊണ്ട് ഫ്രീ ആണ്. ഈ അറ്റത്ത് ഈ അഡിനോസിൻ ന്യൂക്ലിയോറ്റൈഡിൻ്റെ തേർഡ് OH ഫ്രീ ആണ്. ഇവിടെ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തിട്ട് 5 എൻഡിൽ ഫോസ്ഫേറ്റ് റിയാക്റ്റീവ് എൻഡാണ്. അവിടെ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ സ്റ്റാൻഡിൻ്റെ ഡയറക്ഷൻ 5 dash 3 dash. ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഡയറക്ഷനാണ് 5 dash 3 dash. ദിസ് ഡിറക്ഷൻ ഈസ് സോ സിഗ്നിഫിക്കൻറ്റ് ഇൻ DNA. DNAക്കകത്ത് ഈ ഡയറക്ഷന് വളരെ വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താ കാര്യം എന്നറിയോ? ഈ DNA മോളിക്യൂൾ 2 സ്റ്റാൻഡ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം DNA മോളിക്യൂൾ കണ്ടെയ്ൻ 2 strands. അതോടൊപ്പം ദീസ് 2 strands ആർ ആൻറ്റി പാരലൽ. ഈ 2 സ്റ്റാൻഡും എന്താണ്? ആൻറ്റി പാരലൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് 3 dash 5 dash ആണെങ്കിൽ ദിസ് ഇസ് കോൾഡ് 3 dash ആൻഡ് ദിസ് ഇസ് 5 dash. ഒരു സ്റ്റാൻഡ് 3 dash 5 dash ആണെങ്കിൽ ഇത് ഒറ്റ ന്യൂക്ലിയോറ്റൈഡ് സ്റ്റാൻഡാണ്. DNAയിൽ 2 സ്റ്റാൻഡ് ഉണ്ട്, ഇത് ഒരൊറ്റ സ്റ്റാൻഡാണ്. സോ ഹിയർ ഇറ്റ് ഈസ് 3 dash 5 dash. തിരിച്ചു വരുമ്പോൾ അതെന്തായിരിക്കും? രണ്ടാമത്തെ സ്റ്റാൻഡിൽ അതെന്തായിരിക്കും? ഇവിടെ 3 dash വരും, ഇവിടെ 5 dash വരും. സോ ദ സ്റ്റാൻഡ്സ് ആർ ആൻറ്റി പാരലൽ. സീ ദിസ് ഡയഗ്രാം. ദിസ് ഇസ് 2 സ്റ്റാൻഡ്. ഇത് 2 സ്റ്റാൻഡാണ്. അതുകൊണ്ട് ഷുഗർ ഇവിടെ ഡയറക്റ്റ് ഡയഗ്രാം ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസ്, ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസ്, ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസ്. ഇത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഇതിൻ്റെ ഇത്രയുമാണ്, ഞാൻ ഈ വരച്ച് കാണിക്കുന്ന ഇത്രയും ഭാഗമാണ് ഒരു സ്റ്റാൻഡ്. ഇത് രണ്ടാമത്തെ സ്റ്റാൻഡ്. ഒരു DNA സ്റ്റാൻഡിൽ ഒരു ന്യൂക്ലിയോറ്റൈഡ് സ്റ്റാൻഡിൽ 5 dash 3 dash, രണ്ടാമത്തെ ന്യൂക്ലിയോറ്റൈഡ് സ്റ്റാൻഡിൽ 5 dash 3 dash. ഈ 2 സ്റ്റാൻഡും എന്താണ്? ആൻറ്റി പാരലാണ്. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഇങ്ങോട്ടും ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഇങ്ങോട്ടുമാണ്. സോ ദാറ്റ് ഈസ് വൈ ഡിറക്ഷൻ ഈസ് സോ സിഗ്നിഫിക്കൻറ്റ്.